ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ആരും സഹായിക്കാൻ ഇല്ലാതെ ഒറ്റയ്ക്ക് ഇങ്ങനെ ആരും സപ്പോർട്ട് ചെയ്യത്തില്ലല്ലോ. പൈസ ഉള്ള ആൾക്കാരെ പോലല്ലോ പൈസ ഇല്ലാത്ത ആൾക്കാരെ ആരും സപ്പോർട്ട് ചെയ്യത്തില്ല. പിന്നെ എൻ്റെ ഉപ്പാൻ്റെ കൊച്ചിലെ തന്നെ ഉപ്പാൻ്റെ പേരൻസൊക്കെ മരണപ്പെട്ടു പോയി. അപ്പം പല കടകളിലും ചായക്കടയിലും ഒക്കെ വെള്ളം കോരിയും വണ്ടി ഓടിക്കാൻ പോയും ഡ്രൈവറുമായിട്ടൊക്കെയാണ് ഉപ്പയും ജനിച്ചു വന്നത്. അപ്പോൾ എൻ്റെ ഉപ്പായ്ക്കും ഈ പറയുന്ന കണക്ക് സ്നേഹിക്കാനോ പിടിച്ച് കൂടെ നിർത്തി വളർത്താനോ ഒന്നും ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഒരു അനാഥനെ പോലെ തന്നെയാണ് ന്നത്. അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടു അവിടെ നിന്ന് വളരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഉപ്പ ഈ പറയുന്ന കണക്ക് കൊല്ലം മാർക്കറ്റിൽ ലോഡിങ് ജോലി ചെയ്തിട്ടുണ്ട്. ഡ്രൈവിങ് ജോലി ചെയ്തു. അപ്പോൾ അതിൽ നിന്നൊക്കെ കിട്ടുന്ന പൈസ വെച്ചിട്ട് അവിടുന്ന് നമ്മൾ കുറേ നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നൊരു 3-ാം ക്ലാസ് വരെ ഞാൻ അവിടെ താമസിച്ചോളൂ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പള്ളിമുക്കിലോട്ട് മൂവ് ചെയ്തു. അവിടെ പോയപ്പം അത്യാവശ്യം ഓടിട്ടൊരു വീട്ടിലോട്ടാണ് കയറിയത്. പിന്നെ ഉപ്പായ്ക്ക് എപ്പോഴും ഭയങ്കര ദേഷ്യമായിരുന്നു. ദേഷ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യമാണ്. എൻ്റെ കൊച്ചിലേ മുതൽ ഒരു എന്താ പറയുന്നത്, പറയാനൊക്കെ ഇപ്പോൾ കൊച്ചിലത്തെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ആ ഒരു ഫീലൊക്കെ വരും. കാരണം ഇപ്പം ഈ കഷ്ടപ്പെട്ടിട്ട് വരുന്ന ആയതുകൊണ്ട് തന്നെ പല ദിവസങ്ങളിലും ഈ ഡ്രൈവിങ്ങിന് പോയിട്ട് വരുമ്പോൾ ചില ദിവസങ്ങളിൽ ജോലി കാണും, ചില ദിവസങ്ങളിൽ ജോലി കാണത്തില്ല. പിന്നെ പ്രോപ്പറായിട്ട് ഭക്ഷണമൊന്നും കഴിക്കത്തില്ല. പിന്നെ കാരണം അത്രയും വലിയ വരുമാനം ഇല്ലല്ലോ. പിന്നെ ഒരു ദിവസം ഓട്ടം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വീട് പട്ടിണിയാവുമല്ലോ എന്നൊക്കെ ആലോചിച്ചും ആ ഫ്രസ്ട്രേഷനും ദേഷ്യത്തോടെയൊക്കെ ആയിരിക്കും വീട്ടിൽ വരുന്നത്. അപ്പം ആ സമയത്ത് എന്താ പറയുന്നത്, അത്രയും ദേഷ്യമൊക്കെ വീട്ടിലുള്ള നമ്മളോടൊക്കെ തന്നെയല്ലേ തീർക്കുന്നത്. പക്ഷെ അതൊക്കെ അന്ന് എനിക്ക് ഒരുപാട് വിഷമങ്ങളുണ്ടായിരുന്നെങ്കിലും ഇന്നിപ്പോൾ ചിന്തിക്കുമ്പോൾ നമ്മളെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അറിയുന്ന രീതിയിൽ കഷ്ടപ്പെട്ടു. ആ ഒരു സ്റ്റേജിലൂടെയൊക്കെ കടന്നു പോയെന്നേ എനിക്കിപ്പോൾ തോന്നത്തുള്ളൂ. ഇപ്പം എനിക്ക് അവരോടൊന്നും ഒരിക്കലും ഒരു ദേഷ്യമോ പിണക്കോ ഒന്നുമില്ല. സ്നേഹം മാത്രമാണ് ഇപ്പോൾ ഉള്ളത്.